ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനവുമായി സമസ്ത രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായി കോൺഗ്രസ്. സമസ്തയുടെ വിമർശനത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടും നിർണായകമാകുന്നതാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. 2019 മുതൽ ദേശീയ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് മുൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നു പറഞ്ഞിരുന്നു. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPM കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പം അതിനു മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പം ഞാൻ 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. കടുത്ത വിമർശനമാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ കൂടി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ചത്. മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്നും ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നുമായിരുന്നു സുപ്രഭാതത്തിന്റെ ചോദ്യം. രാജ്യത്തിന്റെ സാഹചര്യവും പരിസരവും മനസ്സിലാക്കാതെ രാഷ്ട്രീയ താൽപര്യത്തിനായി ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ മൗദൂദി നടത്തിയത്. ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ചോദ്യം ചെയ്യാനും അതിനെതിരെ സമുദായത്തെ തിരിച്ചുവിട്ട് പ്രകോപനം സൃഷ്ടിക്കുകയുമാണ് മൗദൂദി ചെയ്തതെന്നുൾപ്പെടെയുള്ള സുപ്രഭാതത്തിന്റെ വിമർശനം വലിയ ചർച്ചയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന സംഘടനയുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേർപ്പെടുന്ന കോൺഗ്രസിന് കനത്ത പ്രഹരമാണ് സുപ്രഭാതത്തിലെ ലേഖനം. സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനും കോൺഗ്രസിന്റെ ജമാഅത്ത് സഖ്യം പ്രതിസന്ധിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്ന കോൺഗ്രസുമായി ലീഗ് സഖ്യം തുടരുന്നതിനെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDF-നകത്തും വലിയ കോളിളക്കം സൃഷ്ടിക്കാനാണ് സാധ്യത. ജനം, കോഴിക്കോട്.